പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ഇൻറ്റേർണൽ ഇഞ്ചുറി എന്നാണ് അതിനകത്ത് പറയുന്നൊരു കാര്യം. ഇൻറ്റേർണൽ ഇഞ്ചുറിയെക്കുറിച്ചാണ് പറയുന്നത്. 4-ാം നിലയിൽ നിന്നും താഴെ വീണ് മരിച്ചു എന്ന് കോളേജ് അധികൃതർ പറയുന്ന സ്പോട്ടിൽ രക്തമില്ല. അത് അസാധ്യമായൊരു കാര്യമാണ്. മറിച്ച് ഇൻറ്റേർണൽ ഇഞ്ചുറിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മറിച്ച് ഏറ്റവും മുകളിൽ നിന്ന് ചാടിയാൽ ചിതറിപ്പോകേണ്ട മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ലക്ഷണവും അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. ന്യായമായി ഞങ്ങൾ സംശയിക്കുന്നു കോളേജ് അധികൃതർ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ നുണ പറയുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതൊരു കാര്യം, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് 300 ഏക്കർ ഭൂമി കയ്യേറി ഒരു കോളേജ് പണിത് അവിടുത്തെ മാനേജ്മെൻറ്റ് ആരാന്ന് അറിയാൻ പാടില്ലാതെ ഒരാൾ പോലും മാനേജ്മെൻറ്റിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിനകത്ത് 300 ഏക്കർ ഭൂമി കയ്യേറും, മുഖ്യമന്ത്രി അറിയാതെ കയ്യേറുമെന്ന് വിചാരിക്കാൻ മാത്രം കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. അതുകൊണ്ട് ഇവർക്കെല്ലാം അറിവുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പിന്തുണ, ഈ പറഞ്ഞ അന്വേഷണത്തിൽ രാഷ്ട്രീയമായ ഇടപെടൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്ന് പറയുന്നത്. ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്നാണ് പുറത്തു വന്ന വേറൊരു സ്റ്റോറി. ഇതുവരെ തിരിച്ചു പിടിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ആ ട്രസ്റ്റിൻ്റെ ഹിസ്റ്ററിയെ സംബന്ധിച്ച് വ്യക്തമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ട ഒരു സമിതിയാണിത്. അതിൻ്റെ പിന്നിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഗൂഢാലോചന നടത്തുന്നതെന്നതിന് വളരെ വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വളരെ ദുരൂഹതയുണ്ട്, സംശയമുണ്ട്. നമുക്ക് മുന്നോട്ട് വെക്കാൻ നിരവധി തെളിവുകളുമുണ്ട്. ഈ നിതിൻ രാജ് കൂട്ടുകാർക്ക് വീട്ടിലേക്ക് അയച്ച നിരവധി മെസ്സേജുകൾ ലഭ്യമാണ്. ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യമുന്നയിക്കുന്നത്. ഞങ്ങൾ ന്യായമായും ഈ നിതിൻ രാജിൻ്റെ മരണത്തോട് ഭരണകൂടം നീതി പുലർത്തുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചത്. ഇതൊരു കേവലം ദളിതരുടെ ഒരു പ്രശ്നമായി എടുക്കാതെ കേരളത്തിൻ്റെ മനസ്സാക്ഷി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് എന്നാണ് ആക്ഷൻ കൗൺസിലിന് വേണ്ടി പറയുകയാണുള്ളത്.